സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. വായിക്കുന്നു, ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർതൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും. ഇപ്പോൾ വായിച്ചത് എന്നതല്ല പ്രധാനം, അത് നാം അനുസരിക്കേണ്ടതാണ്. അത് വായിക്കാൻ എളുപ്പമാണ്, പടപടപടാന്ന് നമ്മൾ വായിക്കും, അതല്ല അവിടെ കാര്യം. യൗവനക്കാരത്തികളായ സ്ത്രീകൾ, അവിടെ നിൽക്കൂ. ആരാണവർ? യൗവനക്കാരത്തികളായ സ്ത്രീകൾ. യൗവനക്കാരത്തികളായവർ തൻ്റെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ട് ആയിരിക്കണം. എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രായമായി കഴിയുമ്പോൾ 10-30 വർഷമായിട്ട് കുടുംബജീവിതം നയിക്കുമല്ലേ, ഇനി അങ്ങ് കീഴ്പ്പെട്ടാക്കാമെന്ന് വിചാരിച്ച് കീഴ്പ്പെടാറുണ്ട്. പുതുതായി വിവാഹം കഴിച്ചവരെ നോക്കൂ, പുതുതായി കല്യാണം കഴിച്ചവരെ ശ്രദ്ധിക്കൂ. അവരുടെ വീട്ടിൽ ഇഷ്ടമുള്ളതുപോലെ സ്വാതന്ത്ര്യത്തോടെ അവരുടെ അച്ഛനോടും അമ്മയോടും ആവശ്യമുള്ളതെല്ലാം ചോദിച്ച് വാങ്ങിച്ചിട്ട് ഫ്രീ ആയിട്ട് നടന്നവർ പെട്ടെന്ന് കല്യാണം കഴിച്ച് ഭർത്താവിന് കീഴ്പ്പെടണമെന്ന് പറയുമ്പോൾ അതവർക്ക് ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയുന്ന കാര്യമേ അല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അവരും ദൈവദാസന്മാരൊക്കെയാണ്, അവരും ദൈവവേല ചെയ്യുന്ന ആളുകളാണ്. അവരുടെ മകളെ വിളിച്ചോണ്ട് പോകാനിടയായി എന്നൊരുവൻ കഴിഞ്ഞ ദിവസം വന്ന് പറയുന്നത് കേട്ടു. അതെന്തൊരു വിശ്വാസമാകുന്നു, അതെന്തൊരു ക്രിസ്ത്യാനിത്വമാണ്. നീ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട് ഭാര്യ ഭർത്താക്കന്മാരെ വേർതിരിക്കാൻ ശ്രമിച്ചാൽ, നീ ക്രിസ്ത്യാനിയായെന്ന് പറഞ്ഞിട്ടും നിന്റെ മകളെ ഭർത്താവിന് കീഴ്പ്പെടാതെ ഇരിക്കുവാൻ പ്രേരിപ്പിച്ചാൽ അത് ക്രിസ്ത്യാനിത്വമാണോ? അതുകൊണ്ടാണ് പറയുന്നത്, പത്യോപദേശം കൊടുക്കൂ. പാസ്റ്റർ നിങ്ങൾക്കത് ഉപദേശിച്ച് തന്നിട്ടില്ലേ? നീ കല്യാണം കഴിക്കുന്ന സമയത്ത് വിവാഹ വാഗ്ദത്ത വചനങ്ങൾ നേരത്തെ തയ്യാറാക്കി വെക്കൂ. സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഏതവസ്ഥയിലും ആരോഗ്യമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നിന്നെ വിട്ട് പിരിഞ്ഞു പോകാതെ മരണം നമ്മെ വേർപിരിക്കുന്നതുവരെ നാം ഒരുമിച്ച് ജീവിക്കും എന്നത് ദൈവത്തിന്റെ മുൻപാകെ, സഭയുടെ മുൻപാകെ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു എന്ന് നിങ്ങൾ തീരുമാനിച്ച കാര്യം മറന്നുപോയിരിക്കുന്നുവോ? ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അത്? സമ്പത്തിലാണെങ്കിലും ഇല്ലായ്മയിലാണെങ്കിലും ദുഃഖത്തിലാണേലും സുഖത്തിലാണേലും ഭർത്താവിന് ഭാര്യയെ കീഴ്പ്പെടണം. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുവീൻ. ഈ പൗലോസ് എന്താണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത്? പൗലോസിന് ആണുങ്ങളോട് മാത്രമുള്ളോ ഇഷ്ടം? സ്ത്രീകളോട് പൗലോസിന് ഇഷ്ടമില്ല, സ്ത്രീകൾ മൗനമായിരിക്കണമെന്നൊക്കെ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നതെന്ന് ചില ആളുകൾ പറയാറുണ്ട്. യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്? യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്? ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടില്ലേ? ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് വേറൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുകയാണ്. വിവാഹം മോചിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാലും വ്യഭിചാരം ചെയ്യുകയാണ്. ഭാര്യ ഭർത്താക്കന്മാർ വേർപിരിഞ്ഞു പോകാൻ പാടില്ല. അന്ന് മോശയ്ക്ക് അങ്ങനെ കൽപ്പന കൊടുത്തത് അവരുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് കൊടുത്തത്, അല്ലാതെ ആദ്യം മുതൽ അങ്ങനെ ഇല്ലായിരുന്നു, അങ്ങനെ സംഭവിച്ചിട്ടില്ലായിരുന്നു. കർത്താവ് പറഞ്ഞിട്ടില്ലേ, ഭർത്താവിന് കീഴ്പ്പെടാൻ കഴിയില്ലെങ്കിൽ നീ കല്യാണം കഴിക്കരുത്. എന്താണ്? കല്യാണം കഴിച്ചിട്ട് ഭർത്താവിന്റെ മേൽ ഭരണം നടത്തുകയാണെങ്കിൽ അത് ക്രിസ്തീയ വിശ്വാസത്തെ സംബന്ധിച്ച് നേരെയുള്ള കാര്യം അല്ല. ഞാൻ ദൈവത്തിന്റെ മുൻപിൽ നേരെയാകുന്നു, എന്റെ ഭർത്താവിനോട് ഞാൻ മിണ്ടത്തില്ല എന്ന് നീ പറയുകയാണെങ്കിൽ നിന്റെ വിശ്വാസം യഥാർത്ഥമായത് അല്ല. ഇത് ഉപദേശത്തിൽ കൂടെ പഠിപ്പിച്ചു കൊടുക്കണം. നാം ഏതു സമയത്തും അത്ഭുതങ്ങൾ, അതിശയങ്ങൾ, പണം, ഇത് അതിനു കൂടെ ഇതും നാം പഠിപ്പിച്ചു കൊടുക്കണം. വിവാഹ ബന്ധത്തെക്കുറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? കുടുംബ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ഉപദേശിക്കുന്ന ഉപദേഷ്ടാക്കന്മാർ കുറഞ്ഞു പോവുകയാണെന്ന്. അതുകൊണ്ടാണ് പൗലോസ് തിമോത്തിയോസിനോട് ഇവിടെ ഉപദേശിച്ചു കൊടുക്കുന്നത്. മറന്നു പോകരുത്, പത്യോപദേശം കൊടുക്കുക. സ്ത്രീകളോടും വൃദ്ധന്മാരോട് ഉപദേശിക്കുക. യൗവന സ്ത്രീകളോട് ഉപദേശിച്ചു കൊടുക്കുക. തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി ഭർത്താക്കന്മാരെയും ശിശുക്കളെയും സ്നേഹിക്കുക. ഈ കാലത്ത് ഭാര്യ ആരെയാണ് സ്നേഹിക്കേണ്ടത്? ഈ കാലങ്ങളിൽ കല്യാണം കഴിച്ചിട്ട് സ്നേഹിക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ, സ്നേഹിച്ചിട്ടാണ് അനേകം ആളുകളും കല്യാണം കഴിക്കുന്നത്. പ്രേമിച്ചിട്ടാണ് കൂടുതൽ ആളുകളും ഈ കാലത്ത് കല്യാണം കഴിക്കുന്നത് നമുക്ക് കാണാം. ആദ്യം കല്യാണം കഴിക്കുന്ന സമയത്ത് സ്നേഹം എന്നൊക്കെ പറയും, എന്നാൽ അവസാനം കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ സ്നേഹവും പ്രേമവും ഒന്നും കാണുകയില്ലെന്ന് പലരും സാക്ഷ്യത്തിലൂടെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് സ്നേഹം അല്ല. കല്യാണത്തിന് മുൻപുണ്ടായിരിക്കുന്നത് കാമമാണ്, ആഗ്രഹമാണ്, ഇഷ്ടമാണ്, ഇച്ഛയാണ്. എന്താണ്? ഒരു തരത്തിലുള്ള ഇഷ്ടമാണ്, ഒരു തരത്തിലുള്ള ആകർഷണം. അത് സത്യമല്ല. അത് കുറച്ചു കാലത്തെ കാണൂ. ആകർഷണം എന്നത് കുറച്ചു കാലത്തെ കാണൂ. എന്നാൽ വിവാഹം എന്നത് അവസാനം വരെ, മരണം വരെ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്.
അതുകൊണ്ട് കല്യാണം കഴിക്കുന്നതിന് മുൻപ് സ്നേഹിക്കുന്നതിനേക്കാൾ കല്യാണം കഴിച്ചിട്ട് സ്നേഹിക്കുവാൻ നാം പഠിക്കേണ്ടതാണ്. ഇസഹാക്ക് തന്റെ ഭാര്യയായ റിബേക്കയെ അമ്മയായ സാറയുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നു. അന്നു മുതൽ അവളെ സ്നേഹിച്ചു എന്നാണ് ബൈബിളിലുള്ളത്. കല്യാണം കഴിഞ്ഞിട്ടാണ് സ്നേഹിച്ചത്. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം. സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അതെന്താണ്? ഇവിടെ സ്നേഹിക്കണമെന്ന് പറയുന്നു. ഞാനാണോ സ്നേഹിക്കേണ്ടത്? അദ്ദേഹമല്ല എന്നെ സ്നേഹിക്കേണ്ടത് എന്നാണ് പറയുന്നത്. എന്താണ്? അയാളല്ല എന്നെ സ്നേഹിക്കേണ്ടത്. ഞാൻ എന്തിനാണ് അയാളെ സ്നേഹിക്കുന്നത്? അയാൾ എന്നെ സ്നേഹിച്ച് എനിക്ക് ആവശ്യമുള്ളതായ ചെരുപ്പുകള്, വാനിറ്റി ബാഗുകള്, ഹൈ ഹീൽസ്, റിങ്ങുകള്, മാല എല്ലാം എന്നെ സ്നേഹിച്ചിട്ട് വാങ്ങിത്തരേണ്ടതാണ്. ഞാൻ ചോദിക്കുന്നല്ല, എനിക്ക് വാങ്ങിച്ചു തരണം. അതാണ് സ്നേഹം. അതാണോ സ്നേഹം? സ്നേഹമെന്ന് പറഞ്ഞാൽ ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കുന്നതാണ് സ്നേഹം. അഥവാ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അത് സ്നേഹമല്ല എന്ന് ജ്ഞാനമില്ലാത്ത അനേകം ആളുകൾ ഇന്ന് വിചാരിക്കാറുണ്ട്. സ്നേഹത്തെ പണം കൊണ്ടും സാധനങ്ങൾ കൊണ്ടും അളക്കുവാൻ ശ്രമിക്കരുത്. സ്നേഹമെന്നാൽ സഹിക്കുന്നതാണ്, വഹിക്കുന്നതാണ്, ക്ഷമിക്കുന്നതാണ്, മറ്റുള്ളവരുടെ ഭാരങ്ങളെ നാം വഹിക്കുന്നതാണ്, മറ്റുള്ളവർ കാര്യങ്ങൾ ചെയ്ത് അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതാണ്. അതാണ് സ്നേഹം. ഒരു മാതാവ് കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ മാതാവ് കുഞ്ഞിന് എന്താണ് ചെയ്തു കൊടുക്കുന്നത്? പറയൂ, ആ കുഞ്ഞിന് എന്താണ് മാതാവ് സ്നേഹത്തോടെ ചെയ്യുന്നത്? ത്യാഗം ചെയ്തു കൊടുക്കുകയാണ്. ഒരു 10 പൈസ ആരും സഹായിക്കുകയില്ല. ആ കുഞ്ഞിനെ മറ്റാരും നോക്കില്ല. എന്നാൽ മറ്റാരുടെ പ്രേരണ കൊണ്ടല്ല. എന്താണ്? ആ മാതൃസ്നേഹം കൊണ്ടാണ് ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നത്. കല്യാണം കഴിച്ചിരിക്കുന്ന ഭർത്താവിനെ നീ സ്നേഹിക്കണം. അവൻ എങ്ങനെയുള്ള വ്യക്തിയാണെങ്കിലും സ്നേഹിക്കണം. വളരെ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. വളരെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് സ്നേഹിക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യം പറഞ്ഞേനെ. ബുദ്ധിമുട്ടാണ്. സ്നേഹിക്കുന്നത് എളുപ്പമല്ല. ദൈവം നമ്മെ സ്നേഹിക്കാനിടയായി. അതവന് ബുദ്ധിമുട്ടായിരുന്നു, എളുപ്പമായിരുന്നു? എന്താണ്? ദൈവം നമ്മെ സ്നേഹിച്ചിട്ട് സ്വർഗത്തെ വിട്ടുപിരിഞ്ഞ് അവൻ ഇറങ്ങി വരേണ്ടതായി വന്നു. ദൈവം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നമുക്ക് വേണ്ടി അവന്റെ ജീവനെ പോലും ബലിയർപ്പിക്കേണ്ടതായി വന്നു. ദൈവം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് അവൻ അടിയും ഇടിയും ഏൽക്കേണ്ടതായി വന്നു. നമുക്ക് വേണ്ടി അവന്റെ മുഖത്ത് തുപ്പലുകളേറ്റു, മുൾക്കിരീടം വെക്കേണ്ടി വന്നു, കാലുകളിൽ ആണികൾ അടിച്ചിറക്കി. നമുക്ക് വരേണ്ടിയിരുന്ന സകല ശിക്ഷാവിധിയും അവൻ വഹിക്കേണ്ടതായി വന്നു. മനസ്സിലായോ? അതായത് നാം ആരെങ്കിലും സ്നേഹിക്കുകയാണെങ്കിൽ അവർക്ക് വരേണ്ടതായ ശിക്ഷയും കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം വഹിക്കുന്നതാണ്. അതാണ് സ്നേഹമെന്ന് പറയുന്നത്. ഭർത്താവിനെ സ്നേഹിക്കുന്നില്ലെന്ന് ചിലർ പറയാറുണ്ട്. സഹിക്കുകയും ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാതെ സ്വർഗത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. പിശാചിന്റെ സ്വഭാവം വിദ്വേഷിക്കുന്നതാണ്, വെറുക്കുന്നതാണ്. പിശാചിൻ്റെതായ സ്വഭാവത്തിലൊന്നാണ് അനുസരണക്കേട്, അഹങ്കാരം, ഗർവം. ഇതൊരു വ്യക്തിയിൽ ഉണ്ടായിരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ സ്നേഹം കാണില്ല. സ്നേഹത്തിൽ അഹങ്കാരം ഉണ്ടാവുകയില്ല. സ്നേഹത്തിന് അഹംഭാവമില്ല. സ്നേഹം സകലതും ക്ഷമിക്കുന്നു. സ്നേഹമുള്ള ആളുകൾ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ഒരു സ്ത്രീ, ഒരു മാതൃത്വമുള്ളവൾ, ഒരു ഭാര്യ, ഒരു വിലയേറിയ വ്യക്തി, അങ്ങനെയുള്ള സ്ത്രീകൾ തന്റെ വീട് പണിയുന്നതിന് വേണ്ടി, അതാണ് ജ്ഞാനമുള്ള സ്ത്രീ തന്റെ വീട് കെട്ടിപ്പണിയുന്നു, വീട് പണിയുന്നു. അവൾ ഭോഷ്യാണെങ്കിലോ, ഭർത്താവ് ക്രൂരനാണെങ്കിലും സ്ത്രീ നല്ല വ്യക്തിയാണെങ്കിൽ ആ വീട് അനുഗ്രഹിക്കപ്പെടാനിടയാകും. ഭർത്താവ് എത്ര ജ്ഞാനിയാണെങ്കിലും എത്ര സമ്പാദിച്ചു കൊണ്ടുവന്നാലും ആ വീട്ടിലിരിക്കുന്ന സ്ത്രീ ഭോക്ഷയാണെങ്കിൽ ആ വീട് നശിച്ചു പോകും. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, സ്ത്രീകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നത്. സ്ത്രീകൾ വീട്ടിൽ ചെന്നിട്ട് സദൃശവാക്യങ്ങൾ 38-ാം അധ്യായം വായിക്കൂ. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്? നിങ്ങളെക്കുറിച്ച് ദൈവത്തിനുള്ളതായ പദ്ധതികൾ എന്താണ്? നീ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നിന്നിൽ എങ്ങനെയുള്ള സ്വഭാവങ്ങൾ കാണപ്പെടണം? നീ ഏതു രീതിയിൽ മുൻപോട്ട് ജീവിക്കണം? നിന്റെ കുടുംബത്തിന് വേണ്ടി നീ എങ്ങനെ കഷ്ടപ്പെടണം? എങ്ങനെ ദൈവസന്നിധിയിൽ നിങ്ങളുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരണം എന്നെല്ലാം നീ പഠിക്കണം. ഭർത്താവിനെയും ശിശുക്കളെയും സ്നേഹിക്കുക. ശിശുക്കളെ നാം സ്നേഹിക്കേണ്ടത് ആവശ്യമാണ്. സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ സ്നേഹിക്കാത്ത അമ്മമാർ ഈ കാലത്ത് ഉണ്ട്. എനിക്ക് കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് പറയുന്ന സ്ത്രീകൾ ഇന്ന് ഉണ്ട്. ഈ കുഞ്ഞിനെ എനിക്ക് വളർത്തുവാൻ വയ്യ, എവിടെങ്കിലും കൊണ്ട് കളയൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. കുഞ്ഞുങ്ങളെ ഏതെങ്കിലും ഹോസ്റ്റലിൽ നിർത്തിയിട്ട് സുഖമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന കുടുംബക്കാരുണ്ട്. എന്തൊരവസ്ഥയാണ്! കുഞ്ഞുങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അത്? നീ ഇല്ലാതെ അവരുടെ ജീവിതം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകും? നിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്നേഹമോ വാത്സല്യമോ ഉണ്ടോ? ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കൂടെ നിന്ന് വളർന്നാൽ ആ കുഞ്ഞുങ്ങൾ ജീവിതകാലം മുഴുവൻ നിങ്ങളെ സംരക്ഷിക്കാനിടയാകും. ഇന്നത്തെ സ്ത്രീകൾ കുഞ്ഞുങ്ങളെ എടുക്കുകയില്ല. കുഞ്ഞുങ്ങളെ എടുക്കുന്ന സമയത്ത് നമുക്ക് ആ കുഞ്ഞുമായിട്ടുള്ള സ്നേഹബന്ധം വളരുകയാണ് ചെയ്യുന്നത്. ആ ബന്ധത്തിൽ നീ കരഞ്ഞാൽ അവരും കരയും, അവർ കരഞ്ഞാൽ നീയും കരയും. ആ കുഞ്ഞിനും നിനക്കും തമ്മിൽ വലിയ ബന്ധം ഉടലെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് അമേരിക്കയിൽ ചെയ്യുന്നത് പോലെ ആണ് നമ്മുടെ ഇന്ത്യയിലും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. വണ്ടിയിൽ കയറ്റിയിട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകും, പട്ടിക്കുട്ടിയെ കൊണ്ടുപോകുന്നത് പോലെ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞങ്ങളുടെ വല്യപ്പൻ എന്നെ തോളിക്കയറ്റിയിരുത്തിയിട്ട് 2 സൈഡിലും 2 കാലുകൾ ഇട്ടിട്ട് എന്നെ കൊണ്ടുപോകുന്ന കാര്യം. അങ്ങനെ വെളിയിലേക്ക് എൻ്റെ അപ്പൻ്റെ തോളിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് വളരെ രസമായിരുന്നു തോന്നിക്കുന്നത്. ആഹാ നല്ല രസം, ആഹാ നല്ല രസം എന്നൊക്കെ. ആ വല്യപ്പനോട് ആ കാലത്ത് എനിക്ക് ഒരുപാട് സ്നേഹം തോന്നിയിരുന്നു. അമ്മയോട് എനിക്ക് ഒരുപാട് സ്നേഹം തോന്നിയിരുന്നു. എടുക്ക്,
അമ്മ അപ്പോൾ എടുക്കുമെന്ന് പറയുമ്പോൾ അമ്മ അപ്പോൾ എടുക്കാനിടയാകും. എന്നാൽ ഇപ്പോൾ എടുക്കോ എന്ന് പറഞ്ഞാൽ എന്തിനാണ് എടുക്കുന്നത്, വേണം നടക്ക എന്ന് പറയും. അല്ലെങ്കിൽ ചുറ്റും വീലുള്ള തൊട്ടുപോലുള്ള സ്ഥാനത്ത് കയറ്റിയിരുത്തും. ഇങ്ങനെ ചുറ്റും കറങ്ങുന്ന ആ വീലുള്ളതില്ലേ, അതിനകത്ത് കയറ്റിയിരുന്നിട്ട് ആ കുഞ്ഞ് അവിടെ നിന്ന് കൈകാലിട്ട് അടിച്ചുകൊണ്ടിരിക്കും. ശരി, 24 മണിക്കൂർ എടുക്കാൻ വേണ്ടി പറയുന്നില്ല, എന്നാൽ കുറച്ച് സമയമെങ്കിലും നിന്റെ ശിശുക്കളെ, പ്രധാനമായ ശിശുക്കളെന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ ആദ്യം മനസ്സിലാക്കുന്നത് അമ്മയുടെ ശബ്ദമാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അവന് തിരിച്ചറിയാൻ കഴിയുന്നത് അമ്മയുടെ ശബ്ദത്തെയാണ്. അത് ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ അവന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നാം പറയും കരയില്ലേ കരയില്ലേ, എന്നാൽ കുഞ്ഞ് അതിൻ്റെ അമ്മ വന്ന് കരയില്ലേ എന്ന് പറയുന്നവരെ കരഞ്ഞുകൊണ്ടേയിരിക്കും. ആ കുഞ്ഞിനറിയാം എൻ്റെ അമ്മ വന്നു എന്നുള്ള കാര്യം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അതോ ഇല്ലയോ? എന്താണ്? അമ്മയ്ക്ക് വേണ്ടി അത്രമാത്രം ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും ആ കുഞ്ഞ്. ആ കുഞ്ഞിന് ആ മാതൃസ്നേഹം അത്രമാത്രം ആവശ്യമായിരിക്കുന്നു. എന്നാൽ ഇന്ന് തന്നെ സമയമില്ല TV കാണാന്, ഫോൺ നോക്കാന്, സീരിയൽ കണ്ടുകൊണ്ടേയിരിക്കും. കുഞ്ഞ് അവിടെ കിടന്നുറങ്ങട്ടെ, അവിടെ കിടക്ക്, ഞാൻ നോക്കട്ടെ സീരിയൽ കുറച്ചു നേരം. അതിന് മാത്രം എന്താണ് ഈ സീരിയൽ ഇത്രമാത്രം നോക്കാനിരിക്കുന്നത്? ഇപ്പോഴത്തെ സീരിയലുകളിൽ സ്ത്രീ വില്ലൻ കഥാപാത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. സ്ത്രീകളുടെ ധർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് എങ്ങനെ ലീഡർഷിപ്പ് എടുക്കണം, എങ്ങനെ ഭരണം നടത്തണം, എങ്ങനെ കുടുംബം കൊണ്ടുപോകണം എന്നുള്ള ലീഡർഷിപ്പ് എടുത്തുകൊണ്ടാണ് സീരിയലിനകത്ത് കൂടുതൽ കാണിക്കുക. അതുകൊണ്ടാണ് സ്ത്രീകൾ നോക്കിക്കൊണ്ടേയിരിക്കുന്നത്. അതെല്ലാം സീരിയൽ മാത്രമാണ്, അത് യാഥാർത്ഥ്യമല്ല. എന്താണ്? യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ നടക്കില്ല. നിന്റെ കുടുംബം നശിച്ചു പോകും. നീ ദൈവ പൈതലാണെങ്കിൽ വളരെ സൂക്ഷിച്ചായിരിക്കണം. ടിവിയിൽ വരുന്ന എല്ലാ വേസ്റ്റ് കാര്യങ്ങളും നീ കാണാൻ നിൽക്കരുത്. ആവശ്യമുള്ളത് നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ കുറച്ചു നേരം ന്യൂസ് കാണുക. അതുപോലെ സമയം കിട്ടുമ്പോൾ ദൈവത്തിന്റെ വചനം കേൾക്കാൻ ശ്രമിക്കൂ. അതുപോലെ നീ സമയമെടുത്തിട്ട് ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കൂ. അതാണ് വേണ്ടത്. എത്ര നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഇരിക്കും? സങ്കല്പ കഥകളും കെട്ടുകഥകളും അല്ലാതെ ഒന്നും തന്നെ ടിവിയിൽ കാണാൻ കഴിയുകയില്ല. സ്ത്രീകൾ വീട്ടിലിരുന്നു കൊണ്ട് ഭർത്താവിനെ സ്നേഹിച്ച്, ഭർത്താവ് വീട്ടിൽ വരുമ്പോൾ ചൂടുള്ള എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുമായിരുന്നു പഴയ കാലത്തൊക്കെ സ്ത്രീകൾ. ഇപ്പോൾ ഭർത്താവിനെ അറിയാം വീട്ടിൽ ചെന്നാൽ ഒന്നും തന്നെ കിട്ടുകയില്ലെന്ന്. അതുകൊണ്ട് അവൻ നേരത്തെ വെളിയിൽ നിന്ന് കഴിച്ചിട്ടാണ് വരുന്നത്. അവൻ തിന്നുക മാത്രമല്ല, തിന്നിട്ട് മദ്യപിച്ചിട്ട് കൂടിയാണ് വരുന്നത്. തിന്നുന്നതിനോടൊപ്പം മദ്യപിച്ചിട്ടും കൂടെ വീട്ടിൽ വരുന്നു. എന്റെ ഭർത്താവ് മദ്യപിച്ചിട്ടാണ് വരുന്നതെന്ന് പരാതി എപ്പോഴും പറയുന്നു. എന്തുകൊണ്ടെന്നാൽ വീട്ടിൽ വന്നാൽ കാല് വെച്ചാൽ ഉടൻ തന്നെ അപ്പോൾ തന്നെ ചില പെണ്ണുങ്ങൾ വഴക്ക് തുടങ്ങും. എന്തുകൊണ്ടാണ് കുടിക്കുന്നത് ചോദിച്ചാൽ ഞാൻ എന്താണ് പിന്നെ ചെയ്യേണ്ടത്? ഞാൻ വീട്ടിൽ ചെന്നാൽ പിന്നെ എനിക്ക് സമാധാനമില്ല. വീട്ടിൽ കാലെടുത്ത് വെച്ചാൽ ഉടൻ തന്നെ എന്റെ ഭാര്യ എന്നോട് വഴക്കുണ്ടാക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഞാൻ കുടിക്കുന്നത്. ആ വിഷമം സഹിക്കാത്തത് കൊണ്ടാണ് ഞാൻ മദ്യപിക്കാൻ തുടങ്ങുന്നത്. ഞാൻ മദ്യപിച്ചിട്ട് ചെന്നാൽ പിന്നെ എന്റെ ഭാര്യ പൂച്ചയെ പോലെ അവിടെ മിണ്ടാതെ ഇരുന്നുകൊള്ളും. ഞാൻ മദ്യപിച്ചിട്ട് ചെന്നാൽ എന്റെ ഭാര്യ ഒന്നും തന്നെ എന്നോട് മിണ്ടത്തില്ല. മദ്യപിച്ചില്ലെങ്കിൽ എന്നോട് വഴക്കുണ്ടാക്കും. അതാണ് ചില ഭർത്താക്കന്മാർ പറയുന്നത്. നീ തന്നെയല്ലേ ഭർത്താവിനെ മദ്യപാനിയാക്കുന്നത്? വീട്ടിലേക്ക് വരുന്ന സമയത്ത് സ്നേഹത്തോടെ സംസാരിക്കൂ. പരാതി ഉണ്ടെങ്കിൽ പിന്നീട് പറയൂ. ജ്ഞാനം വേണം, ജ്ഞാനം വേണം, ജ്ഞാനം വേണം. ജ്ഞാനം ആവശ്യമാണ്. എപ്പോൾ എങ്ങനെ സംസാരിക്കണമെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ജ്ഞാനം ആവശ്യമാണ്. വളരെ അത്യാവശ്യമാണത്. ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയത്തില്ല. ഇത് മുതിർന്നവരോട് എടാ വാടാ എന്ന് വിളിക്കും, കൊച്ചുപിള്ളേരോട് മോനെ ചക്കരയെന്ന് വിളിക്കും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എന്താണ്? ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു. ജ്ഞാനത്തോടുകൂടി കുടുംബം പുലർത്താൻ നോക്കൂ. ജ്ഞാനം കുറവാണെങ്കിൽ എന്നോട് ചോദിക്കൂ എന്ന് കർത്താവ് പറയാനിടയായി. സ്ത്രീകൾ ജ്ഞാനത്തോടെ ജീവിക്കുവാൻ വേണ്ടി ഉപദേശിക്കൂ. ഭർത്താവിനെ സ്നേഹിക്കൂ. ചില സ്ത്രീകളുണ്ട്, എനിക്ക് പറയാതിരിക്കുവാൻ കഴിയില്ല, ഞാൻ ശ്രദ്ധിച്ചതാണ്. ചില സ്ത്രീകളുണ്ട്, അവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഭർത്താവ് എത്ര ദുർമാർഗിയാണെങ്കിലും, ഭർത്താവ് അടിച്ചാലും തല്ലിയാലും ചീത്ത പറഞ്ഞാലും, ഭർത്താവിനെ സ്നേഹിച്ച് ഭർത്താവിന് വെള്ളം കൊടുത്ത് ഭർത്താവിന് ഭക്ഷണം വെച്ച് വിളമ്പിക്കൊടുത്ത് ഭർത്താവിന്റെ കാല് തിരുമി, നമ്മുടെ ഇന്ത്യയിലുള്ള കാര്യമാണിത്. കാല് തിരുമാൻ പറയും ഉറക്കം വരണമെന്നുണ്ടെങ്കിൽ. ഇവിടെ രാവിലെ മുതൽ അടുക്കളയിൽ പണി ചെയ്യുകയാണ്. ഇവനാണെങ്കിൽ ഓഫീസിൽ പോയിട്ട് വരുന്നതാണ്. ആരുടെ കാല് തിരുമണം? അരമണിക്കൂർ അവന്റെ കാലും അരമണിക്കൂർ അവളുടെ കാലും തിരുമണം. ഇവൻ വന്നിട്ട് എൻ്റെ കാല് തിരുമൂ അങ്ങനെ തിരുമിയിട്ട് നല്ലവണ്ണം കാല് മസാജ് ചെയ്യാൻ വേണ്ടിയാണ് അവളോട് പറയുന്നത്. എന്താണ്? എൻ്റെ അപ്പൻ ഇങ്ങനെ പറയുമായിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. മക്കൾക്ക് ഭക്ഷണമെല്ലാം കൊടുത്തിട്ട് അവരെ കിടത്തി ഉറക്കിയിട്ട് വരുന്ന സമയത്ത് അപ്പം പറയുമായിരുന്നു എൻ്റെ കാല് തിരുമാൻ. പാവം അമ്മ ഇങ്ങനെ പതിയെ പതിയെ ഞെക്കിയിട്ട് ഉറങ്ങണം പെട്ടെന്ന് ഞെക്കാൻ പറയും. അങ്ങനെയുള്ള വലിയ അമ്മമാരുണ്ട്. മക്കളെ കഷ്ടപ്പെട്ട് വളർത്തിയവർ, അവരെ പഠിപ്പിച്ച് വലുതാക്കിയവർ, അവരുടെ കുടുംബങ്ങളെ കെട്ടിപ്പടുത്തവർ, അവർ വിഭിന്നമായി പോകാതെ നോക്കിയവർ. നിങ്ങളുടെ മക്കളെക്കാൾ നിങ്ങൾക്ക് എന്താണ് കൂടുതൽ ലഭിക്കുന്ന അനുഗ്രഹം? നിങ്ങൾക്ക് ലഭിക്കുന്ന 10,000 രൂപയാണോ ഏറ്റവും വലുത്? നിങ്ങളുടെ മക്കളാണോ ഏറ്റവും വലുത്? കുഞ്ഞുങ്ങളുടെ ഭാവിയാണോ പ്രധാനം? ഒരു നിമിഷം ആലോചിക്കൂ. ഞാൻ കഷ്ടപ്പെടുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണെന്ന് ഒരു വ്യക്തി പറഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് രാവും പകലും കഷ്ടപ്പെട്ടിട്ട് വലിയ സ്കൂളുകളിൽ അവരെ വിട്ട് പഠിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ചില സ്കൂളുകളുണ്ടല്ലോ, ഇടത്തും വലതും അടിച്ചടിച്ച് 100 കിട്ടാൻ വേണ്ടി പഠിപ്പിക്കുന്നവർ. അങ്ങനെ പഠിപ്പിച്ചാൽ അവർക്ക് 100 മാർക്ക് കിട്ടുമെന്നാൽ അവർക്ക് നല്ല സ്വഭാവം കിട്ടുമോ? നല്ല ശീലങ്ങൾ ഉണ്ടാകുമോ? ദൈവഭയമുണ്ടാകുമോ? ഭക്തി ഉണ്ടാകുമോ? അവർക്ക് പഠനം എന്താണ്? പഠനം കൊണ്ട് എപ്പോഴും അവർക്ക് ജീവിക്കുവാൻ കഴിയുമോ? പഠനം കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയുവാണെങ്കിൽ പിന്നെ ദൈവത്തിന്റെ ആവശ്യമില്ല. നമുക്കും പോകാം കോളേജിലേക്ക് പഠിക്കാൻ വേണ്ടി എന്തെങ്കിലും. എന്താണ്?
പഠനം ഒരു വ്യക്തിക്ക് ജ്ഞാനം കൊടുക്കുകയില്ല. പഠനം അറിവാണ് കൊടുക്കുന്നത്. അനേക വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അറിവ് കൊടുക്കുന്നു. എന്നാൽ ജ്ഞാനം ഉയരത്തിൽ നിന്ന് വരുന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം എന്തെല്ലാം കൊടുത്താലും ആ കുഞ്ഞുങ്ങളോടൊപ്പം ചിലവഴിക്കുന്ന സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മക്കൾ നിനക്ക് വേണ്ടി ചിലവഴിക്കുകയാണ്. അമ്മ അമ്മ എന്ന് വിളിക്കുമ്പോൾ, മോനെ മോനെ എന്ന് വിളിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ഹൃദയത്തിൽ ഇന്ന് അനേകം കൊച്ചു കുട്ടികൾ മാനസികമായി വളരെ വിഷമിക്കുന്നവരുണ്ട്. അവർ പഠനത്തിൽ പരാജയപ്പെട്ടു പോകുന്നു. അവർക്ക് സമാധാനം കിട്ടുന്നില്ല. ഭാര്യാഭർത്താക്കന്മാരായ നിങ്ങൾ വഴക്കുണ്ടാക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കാണുന്ന കുഞ്ഞുങ്ങൾ മാനസികമായി ബലഹീനരായി പോകുമെന്ന് സൈക്കോളജിസ്റ്റ് പറയുന്നുണ്ട്. അവർക്കൊരു തരത്തിലുള്ള ഡിപ്രഷനാണ് ഉണ്ടാകുന്നത്. അവർ പരീക്ഷകളിൽ പരാജയപ്പെട്ടു പോകും. അവർക്ക് എപ്പോഴും ഒരു ഭയമാണ്. വെളിയിലേക്ക് വരുവാൻ, എല്ലാവരോടും സംസാരിക്കുവാൻ അവർക്ക് ഭയമാണ്. സമൂഹത്തിൽ വരികയില്ല. ഒരുതരം നാണമാണ്. ഇങ്ങനെയുള്ള സ്വഭാവത്തോടുകൂടി നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരികയാണെങ്കിൽ നാം സമൂഹത്തിൽ എത്ര ധനമുണ്ടാക്കിയാലും എന്തെല്ലാം നേടിയാലും അതുകൊണ്ട് ഒന്നും സാധിക്കുവാൻ കഴിയില്ല. നിനക്ക് നൽകിയ കുഞ്ഞുങ്ങളെ നല്ലതായി വളർത്തിക്കൊണ്ടുവന്നാൽ, അവരെ ദൈവത്തിന്റെ സാക്ഷികളായി വളർത്തിയാൽ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നതിനേക്കാൾ നല്ലതാണ്. നിന്റെ മക്കളെ ദൈവത്തിന് വേണ്ടി നിങ്ങൾ വളർത്തൂ. സ്ത്രീകൾ പ്രസംഗം ചെയ്യാൻ കഴിയുമോ? സ്ത്രീകൾ ദൈവവേല ചെയ്യാമോ? ചില സ്ത്രീകൾ വന്നിട്ട് പറയാറുണ്ട്, പാസ്റ്റർ, ഞാൻ ഒരുപാട് ദൈവവേല ചെയ്യുന്നുണ്ട്, അനേകം ആത്മാക്കളെ ഞാൻ രക്ഷിച്ചിട്ടുണ്ട്, എന്നാൽ പ്രാർത്ഥിക്കാൻ എൻ്റെ ഭർത്താവിനും മകനും മാനസാന്തരം ഉണ്ടാകുവാൻ വേണ്ടി. പിന്നെ എന്തിനാണ്? ഭർത്താവിനെ മകനെ മാറ്റുവാൻ കഴിയാതെ നാട്ടുകാരെ മുഴുവൻ മാറ്റിക്കൊണ്ടുവന്നാൽ നിനക്കതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്? നിന്റെ വീട്ടുകാരന് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കൂ. നിന്റെ മക്കൾക്ക് വേണ്ടി ആദ്യം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കൂ. നിന്റെ മക്കളെ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കൂ. അവർ ചെന്നിട്ട് അനേകം ആത്മാക്കളെ നേടും. നീ ചെയ്യുന്നതിനേക്കാൾ നിന്റെ മക്കളിൽ കൂടി വലിയ ദൈവവേല ദൈവം ചെയ്യുവാനിടയാകും. നിങ്ങൾ ശിശുക്കളെ സ്നേഹിക്കുന്നവരായിരിക്കുക. കുഞ്ഞുങ്ങളെ ദൈവഭക്തിയുള്ളവരായി വളർത്തിക്കൊണ്ടുവരിക. കുഞ്ഞുങ്ങൾ ദൈവം നൽകുന്ന സമ്പത്താണ്. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ നൽകുന്ന പ്രതിഫലവും തന്നെ. നിനക്ക് അവകാശമായി തന്നതാണ്. അവകാശമെന്ന് പറയുമ്പോൾ ഗവൺമെന്റ് നമുക്ക് വസ്തു നൽകുകയാണെങ്കിൽ ഇത് നിങ്ങളും നിങ്ങളുടെ മക്കളും ഉപയോഗിക്കുകയല്ലാതെ ഇത് വിൽക്കുവാൻ പാടില്ല എന്ന വസ്തു നൽകുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കും. എന്നാൽ വിൽക്കുന്ന ആൾക്കാർ പലപ്പോഴും വിൽക്കാറുണ്ട്, അതെല്ലാം വേറെ. എന്നാൽ നിങ്ങളിത് അനുഭവിക്കാൻ വേണ്ടി അവർ തന്നിരിക്കുന്നതാണ്. അവർ അതെല്ലാം 3 ദിവസം കഴിഞ്ഞ് വിറ്റിട്ട് വേറെ വീണ്ടും ഒരു കുടിൽ കെട്ടിപ്പറഞ്ഞ് ഞങ്ങൾക്കിപ്പോൾ വീടില്ല ഒന്നുമില്ലെന്ന് ചെന്നൈയിലുള്ള ചില ആളുകൾ. എന്നാൽ ദൈവം തന്ന കുഞ്ഞിനെ നിനക്കിഷ്ടമുള്ളതുപോലെ വളർത്താനല്ല ദൈവം നൽകിയിരിക്കുന്നത്. നീ അവരെ യോഗ്യരാക്കി വളർത്തിയിട്ട് ദൈവത്തോട് കണക്ക് കൊടുക്കണം. നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ മക്കൾ വലിയ സമ്പത്താണ്. സ്ത്രീകൾ അത് മനസ്സിലാക്കി ഭർത്താവിനെയും ശിശുക്കളെയും കുഞ്ഞുങ്ങളെയും സ്നേഹിച്ച് സുബോധം ഉള്ളവരും അതുപോലെ പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും വീട്ടുകാര്യം നോക്കേണ്ടതാണ്. പണ്ടത്തെ ആളുകൾ പറയാറുണ്ട്, വീട് കാണുകയാണ് എങ്കിൽ വീട്ടുകാരത്തിയെ കാണുവാൻ കഴിയും. എന്താണ്? വീട് അടിച്ചുവാരി നല്ല വൃത്തിക്കിടുകയാണു എങ്കിൽ വീട്ടുകാരത്തി നല്ല വൃത്തിയുള്ളവളാണെന്നാണ്. എന്നാൽ ഈ കാലത്ത് ചില സ്ത്രീകൾ മൊത്തം അലങ്കോലമാക്കി വീടിടുന്നത് കാണാം. ഓഫീസിൽ പോകാൻ സമയമായി, ബെന്നിനെവിടെ 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 എന്ന് ചോദിച്ചിട്ട് കട്ടിലിന്റെ അടിയിൽ മേശയുടെ കീഴിലെല്ലാം ഷെൽഫിലും അവിടെല്ലാം അരമണിക്കൂർ നോക്കും. അവസാനം അരമണിക്കൂർ കഴിഞ്ഞ് കിട്ടും. എവിടെ നിന്നറിയാമോ? ഷൂവിന്റെ അടയ്ക്കൊന്നായിരിക്കും എടുക്കുന്നത്. അവനത് ഊരിക്കളഞ്ഞ സമയത്ത് നേരെ അവിടെ പോയാണ് വീണത്. പിന്നെ ആവശ്യം വരുന്ന സമയത്താണ് അത് തപ്പി നടക്കുന്നത്. എന്താണ്, നിങ്ങളുടെ വീട്ടിലെ സാധനങ്ങൾ അവിടെ തന്നെയാണോ ഇരിക്കുന്നത്? അതോ എല്ലാം തപ്പി നടക്കേണ്ടി വരുമോ? എല്ലാം അന്വേഷിച്ച് നടക്കേണ്ടി വരുമോ? നിങ്ങളുടെ ജീരകം ഇട്ടിരിക്കുന്ന ജീരകപ്പാട്ടയിൽ തന്നെയാണോ? അതോ അതിന്റെ അടപ്പൂരി കളഞ്ഞ പിന്നെ ഏതാണ് നിങ്ങൾക്ക് അറിയുകയില്ലേ? ചില ആളുടെ അടുക്കള നോക്കിയാൽ പിന്നെ പറയേണ്ടതേ ഇല്ല. മൊത്തം നല്ല ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടിരിക്കുക, മൊത്തം ചിലന്തി വല. എന്തുകൊണ്ടാണ് ഫുഡ് പോയിസൺ ആണെന്ന് ചോദിക്കുന്നു. കറി ഉണ്ടാക്കിയ സമയത്ത് മുകളിൽ നിന്ന് ചിലന്തി വീഴുക, അതിനിട്ട് അകത്തിട്ട് നല്ലോണം ഇളക്കുകയാണ്. അത് മാരകമായ വിഷമാകുന്നു. വലിയ പോയിസൺ ആണത്. അതായത് സ്ത്രീകൾ മാത്രം പണി ചെയ്യണം, ബാക്കിയുള്ളവർ കിടന്നുറങ്ങണമെന്നല്ല ഞാൻ പറയുന്നത്. സ്ത്രീയായ നീ പണി ചെയ്യുകയാണെങ്കിൽ നിന്റെ മക്കൾ അത് കണ്ടിട്ട് നിന്നെ സഹായിക്കും. അതുകണ്ട ഭർത്താവ് നിന്നോടൊപ്പം വന്ന് നിന്നെ സഹായിക്കും. വീട്ടിലുള്ളവർ എല്ലാവരും ഒരുമിച്ച് ജോലി ചെയ്യണം. ഭാര്യ മാത്രമല്ല പാത്രം കഴുകി വെക്കേണ്ടത്. പ്ലേറ്റ് കഴുകണമെങ്കിൽ അവർ തന്നെയാണ് കഴുകണമെന്ന് ബൈബിൾ എവിടെയെങ്കിലും അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ? ഓരോരുത്തർക്കും ഓരോരോ പ്ലേറ്റ് കഴുകാൻ കഴിയും. ഞാൻ ദൈവവേല ചെയ്യുന്ന ആദ്യ കാലങ്ങളിൽ ഒരു ഡെപ്യൂട്ടി തഹസിൽദാർ, അദ്ദേഹവുമായി എനിക്കൊരു മീറ്റിംഗ് കൂടാനിടയായി. അവിടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം അവരവരുടെ പ്ലേറ്റ് അവരവർ തന്നെയാണ് കഴുകി വെക്കേണ്ടത്. അങ്ങനെ കഴുകുന്ന സമയത്ത് അദ്ദേഹം മുതിർന്ന ആളാണ്, 10-60 വയസ്സുണ്ട്. എനിക്കപ്പോൾ ഏകദേശം 10-20 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം പ്രായമുള്ള വ്യക്തിയല്ലേ. അദ്ദേഹത്തിന്റെ പ്ലേറ്റ് ഞാൻ കഴുകാൻ വേണ്ടി വാങ്ങിച്ചപ്പോൾ അയാൾ എന്താണ് ചെയ്തതെന്നറിയാമോ? എന്റെ പ്ലേറ്റ് കഴുകാൻ വേണ്ടി എന്നോട് വാങ്ങിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പിടിക്കുകയാണ്. ഈ പ്ലേറ്റ് ഞാൻ കഴുകാം, ഈ പ്ലേറ്റ് ഞാൻ കഴുകാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പിടിക്കുകയാണ്. അങ്ങനെ അവസാനം അദ്ദേഹം എന്റെ പ്ലേറ്റ് കൂടെ പിടിച്ചു വാങ്ങിച്ചിട്ട് കഴുകുവാൻ ഇടയായി. എന്താണ്? ക്രിസ്തുവിനെ അറിഞ്ഞ വ്യക്തി, ഡെപ്യൂട്ടി തഹസിൽദാരായിരിക്കുന്ന ഒരു വ്യക്തി ഒരു ദൈവദാസനായ നിന്റെ പ്ലേറ്റ് കഴുകുകയാണെങ്കിൽ എനിക്ക് അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞിട്ട് പിടിച്ചു വാങ്ങി പ്ലേറ്റ് കഴുകുകയാണ്. എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാൽ ഈ കാലത്ത് നമ്മൾ മത്സരിക്കേണ്ടത് കാല് കഴുകാൻ വേണ്ടി നമുക്ക് മത്സരിക്കാം. എന്നാൽ സ്ഥാനത്തിന് വേണ്ടിയല്ല നാം മത്സരിക്കേണ്ടത്.
ഈ സ്ഥാനം എനിക്കാണ്, ഈ കസേര എനിക്കാണ്, ഈ അധികാരം എനിക്കാണ്, ഇത് എന്റേതാണെന്ന് നാം മത്സരിക്കും. എന്നാൽ ഞാൻ കഴുകാം നിന്റെ കാൽ, അല്ല ഞാൻ നിന്റെ കാൽ കഴുകാമെന്ന്, നീയാണ് എന്നെക്കാൾ വലിയവൻ, അല്ല നീയാണ് എന്നെക്കാൾ വലിയവനെന്ന് പറഞ്ഞ് നാം മത്സരിക്കേണ്ടതാണ്. അതാണ് ക്രിസ്തീയ വിശ്വാസം. ദൈവപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പിക്കാൻ വേണ്ടിയല്ല വന്നത്, ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ഗുരുവായിരിക്കുന്ന ഞാൻ നിങ്ങളുടെ കാൽ കഴുകുകയാണ്. നിങ്ങളും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ കാലുകൾ കഴുകുവിൻ. എന്റെ ഭർത്താവിന്റെ പാത്രം ഞാൻ കഴുകിയാൽ തെറ്റെന്താണ്? എന്റെ ഭാര്യയുടെ പാത്രം ഞാൻ കഴുകിയാൽ തെറ്റെന്താണ്? എന്റെ മക്കളുടെ അതുപോലെ എന്റെ മാതാവിന്റെ പാത്രം കഴുകിയാൽ എന്താണ് തെറ്റ്? ഇത് എന്റെ വീടാണ്, എന്റെ മക്കളാണ് എന്നുള്ള താഴ്മയും എന്നുള്ള ഉത്തരവാദിത്വം ഉള്ള സമയത്ത് വീട്ടിൽ ഒരു മത്സരവും ഉണ്ടാകുവാനിടയാവുകയില്ല. നീ ചെയ്യ് എന്ന് പറഞ്ഞാൽ ആരും ചെയ്യുകയില്ല. എനിക്ക് 2 അനിയന്മാരുണ്ടായിരുന്നു ചെറുപ്പകാലത്ത്. അവർ സ്കൂളിൽ പോയപ്പോൾ കുട എടുത്തുകൊണ്ട് പോകാനിടയായി. എന്നാൽ തിരിച്ചു കൊണ്ടുവന്നില്ല. എവിടെയെന്ന് ചോദിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് നീ എടുത്തോ എന്നൊക്കെ ചോദിക്കുകയാണ്. അവസാനം പറയുകയാണ്, അങ്ങോട്ട് കൊണ്ടുപോയത് ഞാനാണ്, തിരിച്ച് ഇവനാണ് കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് ഞങ്ങൾ റോഡിലിട്ടിട്ടിങ്ങി പോന്നെന്ന് പറഞ്ഞു. എന്താണ് നീ എടുക്കെന്ന് പറഞ്ഞിട്ട് അവസാനം റോഡിൽ കളഞ്ഞിട്ടിങ്ങി പോന്നു. എന്താണ്? നമ്മൾ മത്സരിക്കുന്നത് കൊണ്ട് എന്തെല്ലാം നഷ്ടങ്ങൾ നമുക്കുണ്ടാകുമെന്ന് അറിയാമോ? എന്തെല്ലാം കുഴപ്പങ്ങൾ നമുക്കുണ്ടാകുന്നതെന്നറിയാമോ? ദൈവത്തിന്റെ വചനം പറയുന്നു, സ്നേഹം അങ്ങനെയുള്ള മത്സരങ്ങൾ നടത്തുന്നില്ല എന്ന്. സ്നേഹം മത്സരിക്കുന്നത് സൗമ്യതയ്ക്ക് വേണ്ടിയാണ്. സ്നേഹം മത്സരിക്കുന്നത് ത്യാഗം ചെയ്യുന്നതിന് വേണ്ടിയാണ്. സ്നേഹം മത്സരിക്കുന്നത് കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ആ യേശുവിന്റെ സ്നേഹത്തിൽ നാം ഉണ്ടായിരിക്കുമ്പോൾ ഈ ലോകത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തെ കൊടുക്കാൻ കഴിയും. നമ്മുടെ കുടുംബങ്ങളെ സ്വർഗത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ഈ ദിവസം മുതൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല യൗവനക്കാരത്തികളായിരിക്കുവാൻ സ്ത്രീകളോട് പറയൂ. പ്രാർത്ഥന. സഹോദരിമാരെ, നിങ്ങൾ ഗൃഹനാഥകളായിരിക്കുന്ന നിങ്ങൾ ജ്ഞാനത്തോടുകൂടി ജീവിക്കണമെന്ന്, ജ്ഞാനത്തോടുകൂടി കുഞ്ഞുങ്ങളെ വളർത്തണമെന്ന്, ഭർത്താവിന് നല്ല സഹായിയായി ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വീട്ടുകാര്യങ്ങൾ നിങ്ങൾ നോക്കാറുണ്ടോ? കണ്ണുനീരോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? നിങ്ങളുടെ പ്രാർത്ഥന ഭവനത്തിന് വേലിയായിരിക്കുന്നുവോ? പിശാചിന് നിങ്ങളുടെ ഭവനത്തെ തൊടുവാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ സാന്നിധ്യത്താൽ നിറയ്ക്കുന്നുണ്ടോ? ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് പ്രതികൂലങ്ങളുണ്ട്, എനിക്ക് എതിർപ്പുകളുണ്ട്. കർത്താവേ, നിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണമെന്ന് ഭാര്യയായ നീയും ഭർത്താവായ നീയും പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്കായി അത്ഭുത കാര്യങ്ങൾ ചെയ്യും. ഈ കുടുംബം നന്മ പ്രാപിക്കില്ല, നിങ്ങളുടെ ജീവിതം ഇത്രയുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുവാൻ പാടില്ല. നിനക്കൊരു പുതിയ ജീവിതം നൽകുന്നതിന് വേണ്ടി, നിനക്ക് സമാധാനം നൽകുന്നതിന് വേണ്ടി, നിനക്ക് നഷ്ടമായതെല്ലാം തിരിച്ചു നൽകുന്നതിന് വേണ്ടി ദൈവം മതിയായ ദൈവമാണ്. നിന്റെ മക്കളെ നന്മയുള്ള മക്കളാക്കി മാറ്റാൻ, അനുഗ്രഹമുള്ളവരാക്കി മാറ്റാൻ, കർത്താവിന് പ്രയോജനമുള്ളവരാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഇവിടെയായിരിക്കുന്ന എല്ലാ വ്യക്തികളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവ്, ഏതെല്ലാം സ്ത്രീകളാണോ തന്റെ ഭർത്താവിനെ പരിഗണിക്കാതെ, കുഞ്ഞുങ്ങളെ നോക്കാതെ, കുടുംബത്തെ നോക്കാതെ ഭർത്താവിന് മക്കൾക്ക് എതിരായി പ്രവർത്തിക്കുന്നു, അങ്ങനെയുള്ള സ്ത്രീകളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, ഭോഷത്വം പ്രവർത്തിക്കുന്ന, ക്രൂരത പ്രവർത്തിക്കുന്ന സ്ത്രീകളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുകയാണ്. ഇന്നു മുതൽ അവരെ കുഞ്ഞുങ്ങളെ നോക്കുന്ന, ഭർത്താവിനെ ശ്രദ്ധിക്കുന്ന, വീട് കെട്ടിപ്പണിയുന്ന ജ്ഞാനമുള്ള സ്ത്രീകളാക്കി മാറ്റിയെടുക്കണമേ. അറിവുള്ളവരാക്കി മാറ്റിയെടുക്കണമേ. ബുദ്ധിയുള്ളവരാക്കി മാറ്റിയെടുക്കണമേ. കുടുംബം കെട്ടിപ്പടുക്കുവാൻ തക്കവണ്ണം അവരെ ബലപ്പെടുത്തണമേ. ഭർത്താവിനോട് എങ്ങനെ പെരുമാറണമെന്ന് അവരെ പഠിപ്പിക്കണമേ. തങ്ങൾ കാരണം ഭർത്താവ് മദ്യപാനിയായി പോകാൻ ഇടയാകാതെ സ്നേഹത്തോടെ അവരോട് പെരുമാറുവാൻ സഹായിക്കണമേ. അവരെ സഹിക്കുവാൻ അവരെ സഹായിക്കണമേ. അവരോട് ക്ഷമിക്കാൻ അവരെ സഹായിക്കണമേ. ആ സ്നേഹം, കാൽവറി സ്നേഹം എല്ലാ സ്ത്രീകളുടെ ഹൃദയത്തിലേക്ക് പകരണമേ. എല്ലാ പുരുഷന്മാരുടെ ഹൃദയത്തിലേക്ക് പകരണമേ. ആ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് കുടുംബം നടത്താൻ കഴിയൂ. ആ സ്നേഹം ഞങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ കുടുംബങ്ങൾ കെട്ടിപ്പടുക്കുവാൻ കഴിയൂ. അതുകൊണ്ട് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റാരോപണം നടത്താതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹിച്ചും ക്ഷമിച്ചും കൊണ്ട് കുടുംബത്തെ കെട്ടിപ്പടുക്കാനുള്ള ശക്തി ഇവിടെയായിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും നൽകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ് പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് നമ്മെ നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും മേൽ ഇന്നു മുതൽ എന്നേക്കും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ,
യേശുവേ 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 യേശുവേ